എന്റെ ചോദ്യം സ്ട്രൈറ്റ് ആണ്. എന്റെ ചോദ്യം സ്ട്രൈറ്റ് ആണ്. രാജ്യത്തെ ആണവ ശക്തിയാക്കിയത് ആരാണ്? ആരാണ്? നന്ദു പറയണം. രാജ്യത്തെ ആണവ ശക്തി പേര് പറയണം. രാജ്യത്തെ ആണവ ശക്തിയാക്കിയത് ആരാണ്? അമേരിക്കയെ പേടിച്ച് റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കണ്ടെന്ന് തീരുമാനിച്ച ടീമാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. അല്ല, അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അവിടെ നിന്ന് എത്ര തീരുമാനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, തീരുമാനിച്ചിട്ടില്ല. ഇതൊരു രാജ്യമാണ്. അപമാനിക്കപ്പെടുന്ന നരേന്ദ്രമോദി അല്ല. ഈ രാജ്യത്തിന് അന്തസ്സില്ലേ? നീ പോയി പണി നോക്കാൻ പറയണം. നീ ആരാണ് എന്റെ വീട്ടിലെ കാര്യം അന്വേഷിക്കാന്ന് പറയണ്ടേ? അത് പറയാനുള്ള നട്ടല് വേണ്ടേ? ആ നട്ടലില്ലായ്മയാണ് പറഞ്ഞത്. ഈ അദാനിക്ക് പല ഘട്ടത്തിലും വിയോജിപ്പുകൾ എഴുതി കൊടുത്ത് അല്ലെങ്കിൽ നോട്ടീസ് കൊടുത്തിട്ടുള്ള പിഴയിടാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥയാണ്. അവർക്ക് പ്രാഗൽഭ്യമില്ലെങ്കിൽ, അവർ റീൽസ് എടുക്കാൻ പോയ ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ അവർക്ക് ഈ അദാനിയെ സുഖിപ്പിച്ചങ്ങ് നിർത്തിയാൽ പോരെ? അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് സുഖിപ്പിച്ചങ്ങ് നിർത്തിയാൽ പോരെ? മംഗളം ടിവിയുടെ ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചയിൽ എനിക്കൊപ്പം ചേരുന്നത് BJPയുടെ വക്താവും അതുപോലെ യുവമോർച്ചയുടെ സംസ്ഥാന മീഡിയ സെൽ കൺവീനറുമായ ശ്രീ S. നന്ദുവാണ്. നന്ദുവിനെ സ്വാഗതം. അപ്പോൾ നന്ദു, എനിക്ക് ഈ രാഷ്ട്രീയ ചർച്ചയിൽ ആദ്യമായിട്ട് ഏറെ കൗതുകത്തോടു കൂടി താങ്കളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, നമുക്കറിയാം 10 വർഷത്തെ പിണറായി വിജയൻ്റെ LDF സർക്കാരിന് ശേഷം വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ UDF മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം ഗുരുജി ഗോൾവൾക്കറിന് മുമ്പിൽ വിളക്ക് കൊളുത്തി വന്ന ആളെന്നൊക്കെ ഉള്ള ആക്ഷേപം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. മീൻസ് ഇടതുപക്ഷം പ്രത്യേകിച്ചും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംഘപരിവാർ ചാപ്പയടിക്കുന്ന ഒരു വലിയ വിഭാഗവും കേരളത്തിലുണ്ട്. പക്ഷേ എൻ്റെ ഒരു സംശയം, ഞാൻ നേരിട്ട് തന്നെ അതിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 പ്രതിപക്ഷത്ത് നിങ്ങൾക്ക് 3 MLA-മാരുമുണ്ട്. പക്ഷേ ഈ സതീശൻ സർക്കാരിനെതിരെ അല്ലെങ്കിൽ വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ സർക്കാരിനെതിരെ നിങ്ങളുടെ രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ എതിർപ്പുകൾക്ക് ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ വേണ്ടത്ര മൂർച്ചയില്ല എന്ന ഒരു ആരോപണമുണ്ട്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? താങ്കൾ ഏത് അർത്ഥത്തിലാണ് അവിടേക്ക് എത്തിയത് എന്ന് എനിക്കറിയില്ല. പക്ഷേ രാഷ്ട്രീയമായി കഴിഞ്ഞ 2 സഭാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, ഇപ്പോൾ VD സതീശൻ സർക്കാർ വന്നതിന് ശേഷം 2 സഭാ സമ്മേളനങ്ങളാണ് നടന്നത്. ആ 2 സഭാ സമ്മേളനങ്ങളിലും വളരെ ശക്തമായി എന്നാൽ ക്രിയാത്മകമായി അതിനോടൊപ്പം ദീർഘവീക്ഷണത്തോടു കൂടി ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം അതിനോടൊപ്പം കേരളത്തിന് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഈ സർക്കാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ഇൻവെർട്ടഡ് കോമയിൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ആ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പിന്തുണയും ഈ 3 MLA-മാരുടെ ഭാഗത്തു നിന്നും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് വളരെ ഉറപ്പായി പറയാൻ സാധിക്കും. കാരണം നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ നീറ്റ് പരീക്ഷയ്ക്കെതിരെ ഒരു പ്രതിപക്ഷം ഒരു പ്രമേയം വരുന്നു. അവിടെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ശ്രീ ഗോപകുമാർ സാറാണ് പറഞ്ഞത്, നിങ്ങൾ നീറ്റിനെതിരെ സ്വാഭാവികമായി നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ അതിനോടൊപ്പം കേരളത്തിലെ PSCയുടെ വിഷയങ്ങൾ കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരുമിച്ച് നിന്ന് 2 പേര്, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിച്ച് നിന്നവർ ഒരൊറ്റ മിനിറ്റിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയുന്ന നിലപാടിലേക്ക് മാറുന്നത് കേരളത്തിൽ കാണാൻ സാധിച്ചത് BJPയുടെ 3 MLA-മാർ അതിനകത്തുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊട്ടേറെ വിഷയങ്ങൾ, ഇപ്പോൾ ഈ വളരെ ചുരുങ്ങിയ സമയത്ത് ഇപ്പോൾ ധവളപത്രം ഇറക്കി, അവിടെ യുവാക്കളെ ബാധിക്കുന്ന പെൻഷൻ പ്രായം ഉയർത്തണം എന്നുള്ളൊരു പരാമർശം അതിനകത്ത് വന്നപ്പോൾ തന്നെ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയൊരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിനകത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖർജിയുടെ കന്നി പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ യുവാക്കളെ അഡ്രസ്സ് ചെയ്യാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ആ സഭയുടെ അകത്തളങ്ങളിൽ പറഞ്ഞ ഏക രാഷ്ട്രീയ നേതാവ്. ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അതിനകത്ത് നിങ്ങൾക്ക് കൂടി താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രമാണ് നിങ്ങളുടെ അത്ര തീവ്രമായ ചില അഭിപ്രായങ്ങൾ കണ്ടത്. നിങ്ങൾ പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അത് നീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കെതിരായിട്ട്, നിങ്ങളുടെ സർക്കാരിനെതിരായിട്ട്, കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ശക്തമായിട്ട് രാജ്യത്തൊട്ടാകെ ഒരു ജനവികാരമുള്ള ഒരു പ്രശ്നമാണ് അതിനകത്ത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നന്ദു പോലും ന്യായീകരിക്കില്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ ന്യായീകരിക്കില്ല. അപ്പോൾ അത്രത്തോളം നിങ്ങൾ പ്രതിസന്ധിയിലായ ഒരു സംഭവത്തിലൊഴികെ, ഇപ്പോൾ മദ്യനയമടക്കം അല്ലെങ്കിൽ ഇപ്പോൾ തുറമുഖം ലേറ്റസ്റ്റ് വന്നു കഴിഞ്ഞാൽ തുറമുഖത്തിൻ്റെ കാര്യത്തിലടക്കം അത്രത്തോളം ഒരു മൂർച്ച കാണുന്നില്ല. അത് താങ്കൾ അത് ശ്രദ്ധിക്കാതെ പോയതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം മദ്യനയത്തിൽ പ്രതിപക്ഷ നേതാവും ഭരണപക്ഷവും പറയുമ്പോൾ, പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ഒരു പാച്ചുവും കോവാലനും എന്നൊക്കെ നമ്മൾ പണ്ട്
ടെയിൽ കഥകളിലൊക്കെ വായിക്കുന്നത് മാതിരി ഇന്നലെ വരെ ഞാൻ ചെയ്തത് ശരിയെന്ന് പ്രതിപക്ഷ നേതാവും ഇന്ന് താങ്കൾ ചെയ്യുമ്പോൾ തെറ്റ് എന്നുള്ള നിലയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അതായത് കേരളത്തിലെ ബാറുകളുടെ എണ്ണത്തെ ക്രമാതീതമായി വളർത്തി കേരളത്തിനകത്ത് മദ്യാസക്തി കൂട്ടിയതിൽ പ്രതിപക്ഷത്തിനുള്ള റോൾ, ഇന്നത്തെ പ്രതിപക്ഷത്തിനുള്ള റോൾ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോഴാണ് അവിടെ നിന്ന് ഞങ്ങൾ മദ്യവർജനത്തിലേക്ക്, ഉമ്മൻചാണ്ടിയുടെ നയത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന വി ഡി സതീശൻ തിരിച്ചു നിന്ന് ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം എന്ന പുതിയ, നമ്മൾ പറയുമല്ലോ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറയുന്നത് മാതിരിയുള്ള ലൈനിലേക്ക് വരുമ്പോൾ അവിടെ 3 പേരും കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ വി മുരളീധരൻ ഈ വിഷയത്തിൽ 3 തവണ പത്രസമ്മേളനം നടത്തി പറഞ്ഞു വി ഡി സതീശൻ ഈ പറയുന്ന മദ്യ ലോബിയുടെ ഏജൻ്റായി മാറുന്നു എന്ന് കൃത്യമായി പറഞ്ഞ പാർട്ടിയാണ് ബി ജെ പി. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു, ഇപ്പോൾ മദ്യലോബിയുടെ വിഷയത്തിൽ മാത്രമല്ല, തുറമുഖത്തിൻ്റെ വിഷയത്തിൽ ഇവർ 2 പേരും കേരളത്തിലെ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നു എന്ന് പറഞ്ഞ ഏക പാർട്ടി ബി ജെ പി ആണ്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മൂർച്ചയ്ക്കെന്ന് മാത്രമല്ല, ബി ജെ പി ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഒരു ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതല്ല ഞങ്ങളുടെ ശൈലി. ഒരു ഗവൺമെൻറ്റിനെ കണ്ണടച്ച് വിമർശിക്കുക എന്നുള്ളതല്ല. അവർ നല്ലത് ചെയ്താൽ ഞങ്ങൾ ധാർമ്മികമായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പിന്തുണ കൊടുക്കും. അവർ ഈ രാജ്യത്തെ വിറ്റഴിക്കാനും ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കും എതിരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവരെ ഏത് നിലയ്ക്കും ചോദ്യം ചെയ്യാനും ഏത് നിലയ്ക്ക് അവരെ പ്രതിരോധിക്കണോ ആ നിലയ്ക്ക് പ്രതിരോധിക്കാനുള്ള അവിടെ എനിക്ക് കൃത്യമായിട്ടൊരു ചോദ്യമുണ്ട്. അതായത് ഈ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനും എന്നൊരു പ്രയോഗം തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് വരുന്ന നമ്മുടെ ഒരുപാട് ഈ അദാനിയുമായി ബന്ധപ്പെട്ട് MSCക്ക് അത് ഓഹരി കൈമാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ തീർച്ചയായിട്ടും രാജ്യ താല്പര്യമോ അല്ലെങ്കിൽ സംസ്ഥാന താല്പര്യമോ പൂർണ്ണമായും സംരക്ഷിക്കുന്നതാണോ, അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും താങ്കൾ സംശയിക്കുന്നുണ്ടോ? അല്ല, അത് പറയേണ്ടത് കേരളത്തിലെ ഗവൺമെൻറ്റുകളാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ വളരെ നോർമലായി നമ്മൾ ചിന്തിച്ചാൽ ഒരു ജൂൺ മാസം 30-ാം തീയതി 29-ാം തീയതിയോ 30-ാം തീയതിയോ ആണ് ഈ എഗ്രിമെൻ്റ് നടന്നത് എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. 29-ഓ 30-ഓ സബ്ജക്റ്റ് ടു കറക്ഷൻ നടന്നു തോന്നുന്നത് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സർക്കാർ, ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ വന്നതിന് ശേഷമാണ് ഒപ്പിട്ടിരിക്കുന്നത്. വി ഡി സതീശൻ സർക്കാർ വന്ന് 1.5 മാസം ആവുന്നതിന് മുൻപാണ് ഈ പറയുന്ന കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു കരാറിലേക്ക് ഒരു 2 പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഒരു വിദേശ രാജ്യത്തുള്ളൊരു കമ്പനി, ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനി, ഈ കേരള സർക്കാരിന് കൂടി പാർട്ട്ണർഷിപ്പുള്ള ഒരു കമ്പനിയുമായി നെഗോസിയേഷൻ നടത്തുമ്പോൾ ഒരു 6 മാസക്കാലം മിനിമം, ഞാനും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തത്, മിനിമം ഒരു 6 മാസക്കാലം ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പലതരത്തിലുള്ള എഗ്രിമെൻറ്റുകളെ കുറിച്ചുള്ള ചർച്ചയുണ്ടാവും, ഒരു നെഗോസിയേഷൻ ഉണ്ടാവും, എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടാവും. ഇതെല്ലാം ഉണ്ടായതിനു ശേഷം മാത്രമേ എന്ത് സാധിക്കുള്ളൂ, ഒരു കരാറിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഒരു 6 മാസക്കാലം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ ഇതിനകത്ത് ചർച്ച തുടങ്ങിയാൽ മാത്രമാണ് ഇതിപ്പോഴത്തേക്ക് ഒപ്പിടാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം, മുൻ സർക്കാരിനോടാണോ അദാനി ഈ പറയുന്ന ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ചോദിച്ചത്, ഇന്നത്തെ സർക്കാരിനോടാണോ അനുമതി ചോദിച്ചത്? ഈ വിഷയത്തിൽ 2 പേരും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്ത് കൃത്യമായിട്ടുള്ള കള്ളത്തരമില്ലേ? അവിടെ എനിക്കൊരു സംശയമുണ്ട്. അതായത് താങ്കളുടെ നിഗമനത്തിൽ അദാനി ആരോടാണ് അഭിപ്രായം ചോദിച്ചത്? അല്ല, അതിപ്പോൾ എനിക്ക് അത് പറയാനുള്ള ആൾ ഞാനല്ല. എന്നാലും താങ്കളുടെ ഒരു ഊഹം എന്തായിരിക്കും? അല്ല, അങ്ങനെ ഊഹിക്കേണ്ടതല്ല ഈ വിഷയം. ഇത് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം യൂഹിക്കുന്നത്. അവിടെയും എൻ്റെ ഒരു സംശയം, അല്ലെങ്കിൽ എൻ്റെ ഒരു എനിക്ക് പറയാനുള്ള ഒരു കാര്യം, തീർച്ചയായിട്ടും നമുക്കറിയാം ദിവ്യ എസ് അയ്യരായിരുന്നു ആ സ്ഥാനത്തിരുന്നത്. ഇപ്പോൾ അവിടെ രത്തൻ ഖേൽക്കറാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള രത്തൻ ഖേൽക്കറാണ് ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. ദിവ്യ എസ് അയ്യർക്ക് അദാനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. നിരവധി തവണ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ ശക്തമായ നിലപാടെടുത്തിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ മാറ്റിയിട്ടാണ് രത്തൻ ഖേൽക്കർ വരുമ്പോഴാണ് ഈ കരാറും, അതുപോലെ LDF സർക്കാരിൻ്റെ കാലത്ത് നിന്നും UDF സർക്കാർ വരുമ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നതിന് ശേഷമാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, ഒരുപക്ഷേ വി ഡി സതീശൻ്റെ ഒരു വാക്കുണ്ട്, ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അറിയുന്നത് ഇതൊക്കെ പത്രവാർത്തയിലൂടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം കോമഡി ആയിട്ടുള്ള ഒരു കാര്യം. അതിനകത്ത് ഞാനൊരു കാര്യം കൃത്യമായിട്ട്, ഞാൻ BJP എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് പറയാം അതിനകത്ത്. അതായത് ഇതിനകത്ത് ഒരു ക്ലൗഡുണ്ട്. അതായത് ഈ ഡീലിൽ ആകെ ഒരു പുകമറയുണ്ട്. ആ പുകമറ മാറ്റേണ്ടത് നിലവിലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഇനി പഴയ ഗവൺമെൻറ്റാണ് ഇതിന് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയണം, പഴയ ഗവൺമെൻറ്റാണ് ഇതിന് അനുമതി കൊടുത്തിട്ടുള്ളത്, ഞങ്ങളിതിൽ പരിശുദ്ധാത്മാക്കളാണ്. അല്ല, ഞങ്ങളുടെ ഗവൺമെൻറ്റാണ് ഇത് അനുമതി കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന കരാറാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം. തീർച്ചയായിട്ടും അവിടെ BJPയുടെ ഒരു നിലപാടനുസരിച്ച് ഈ കരാർ
സംസ്ഥാനത്തിൻ്റെ ഒരു താല്പര്യം സംരക്ഷിക്കുന്ന കരാറാണെന്ന് നിങ്ങൾ എന്തായാലും രാഷ്ട്രീയമായി അതിനെ വിലയിരുത്തിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം സ്റ്റേറ്റിനെ സംബന്ധിച്ച്, രാജ്യത്തിനെ സംബന്ധിച്ചും, കേവലം സ്റ്റേറ്റിനെ മാത്രമല്ല, കാരണം രാജ്യസുരക്ഷ അടക്കമുള്ള വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ രാജ്യത്തിൻ്റെ അടക്കം, അതുപോലെ രാജ്യത്തിൻ്റെ എക്കോണമി, എല്ലാത്തിനും എന്താണ്, കേന്ദ്രത്തിനും ഇതിനകത്തൊരു പങ്കുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു വലിയ കരാറിൽ അല്ലെങ്കിൽ ഒരു വലിയ ഇടപാടിലേക്ക് പോകുമ്പോൾ അതിനകത്ത് BJPയുടെ കൃത്യമായ സ്റ്റാൻഡ് ഇതിനകത്ത് പുകമറ ഉണ്ടെന്നാണോ, സുതാര്യമാണെന്നാണോ BJP എടുത്തിട്ടുള്ള സ്റ്റാൻഡ് എന്നാണ് അതിനകത്ത്? പുകമറ ഉണ്ടെന്നുള്ളത് തന്നെയാണ് BJPയുടെ സ്റ്റാൻഡ്. അതിൽ ഞങ്ങൾക്ക് സംശയിക്കുന്ന അല്ലല്ല, ഇതിനകത്ത് പുകമറ എന്താണെന്ന് വെച്ചാൽ ഈ ഡീലിനെ കുറിച്ച് കൃത്യമായി പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് പുകമറയായി. അവിടെയും എൻ്റെ ചോദ്യം, അത് സതീശൻ്റെ ഭാഗത്ത് നിന്ന്, മീൻസ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നാണോ, അതോ മുഖ്യമന്ത്രിക്ക് മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റാത്ത ഗതികേട് ഉണ്ടെന്നാണോ? ഇതിനകത്ത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും, ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇതിൽ ആൻസറബിൾ. ഫസ്റ്റ് ആൻസറബിൾ ആവേണ്ട പേഴ്സൺ എന്ന് പറയുന്നത് നിലവിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖകളുണ്ട്. അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ള ഇടപാടുകൾ എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിനെ വിളിച്ചാൽ മിനിറ്റുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുഖ്യമന്ത്രി സംശയ നിഴലിലാണ്. തീർച്ചയായിട്ടുമാണ്, ഒരു സംശയവും നിങ്ങൾക്ക് അതിൽ വേണ്ട. ബിയോണ്ട് ഡൗട്ട് അദ്ദേഹം സംശയ നിഴലിലാണ്. പക്ഷേ അദ്ദേഹം അവിടെ ക്ലാരിറ്റി വരും. ഞാൻ ഒരു പോയിന്റ് എനിക്ക് അതിനകത്തുള്ളത്, ഈ പുകമറ ഉണ്ടാവാൻ കാരണം VD സതീശൻ ഈ വിഷയം അറിഞ്ഞില്ല എന്ന് VD സതീശൻ പറയുമ്പോൾ സ്വാഭാവികമായും 1.5 മാസം കൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ സ്വന്തം വകുപ്പാണ് പോർട്ട്, അതായത് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആണ് പോർട്ട് വകുപ്പ്. ആ പോർട്ട് വകുപ്പിനകത്ത് ഇത്തരത്തിലുള്ളൊരു വലിയ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ 2 രീതിയിൽ അതിനെ നമുക്ക് ആ 2 ആസ്പെക്റ്റിൽ തന്നെ കാണാം. അതായത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കേരളത്തിനകത്ത് നേരത്തെ താങ്കൾ പറഞ്ഞുള്ള കേരളത്തിൻ്റെ എക്കോണമിയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി ഇത് വേണമെങ്കിൽ മാറാം. അങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിനകത്ത് നടക്കുന്നു, അത് പ്രത്യേകിച്ച് ഒരു വിദേശ രാജ്യത്ത് നിന്നുള്ള ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഇവിടെ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം വകുപ്പിനകത്തുള്ളൊരു വിഷയം, ഇപ്പോൾ മറ്റൊരു ആളുടെ വകുപ്പിലാണെങ്കിൽ ചിലപ്പോൾ അതിൽ ചില അറിവുകേടുകൾ ഉണ്ടായേക്കാം. പക്ഷെ സ്വന്തം വകുപ്പിനകത്ത് നടക്കുമ്പോൾ പോലും അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിനകത്ത് എന്തോ സംതിങ് ഈസ് റോട്ടൻ സംവെയർ.